നമസ്കാരം. ചൈന പുത്തൻ ആയുധങ്ങൾ പുറത്തെടുത്തതിൻ്റെ നെഞ്ചിടിപ്പിലാണ് US ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ. പുത്തൻ ആയുധങ്ങൾ ചൈന പുറത്തെടുത്തതോടെ ഇനി എന്തു ചെയ്യുമെന്ന അവസ്ഥയിലായിരിക്കുകയാണ് കിറുക്കൻ ട്രംപ് എന്ന് വേണം കരുതാൻ. അതിൻ്റെ ഭാഗമായാണ് ചൈനയ്ക്ക് നേരെ ഇല്ലാത്ത ആരോപണമെല്ലാം ഉന്നയിച്ചത്. അതായത് ഉത്തര കൊറിയയും റഷ്യയുമായി ഗൂഢാലോചന നടത്തുന്നു എന്ന അപഖ്യാതിയുമായി ട്രംപ് കറങ്ങുന്നത്. പക്ഷേ എന്തൊക്കെ തന്നെ അപഖ്യാതി പരത്തിയാലും ചൈനയുടെ രോമത്തിൽ തൊടാൻ പോലും ട്രംപിന് ആകില്ല. ചൈനയുടെ വിജയദിന സൈനിക പരേഡിൽ അവരുടെ പുത്തൻ ആയുധങ്ങൾ പുറത്തിറക്കി. മിസൈലുകൾ, ഡ്രോണുകൾ, ലേസറുകൾ തുടങ്ങിയ അത്യാധുനിക ആയുധങ്ങളാണ് ചൈന ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചത്. ഇത് കണ്ട് ആകെ കിളിപോയ അവസ്ഥയിലാണ് ട്രംപ്. രണ്ടാം ലോക യുദ്ധത്തിനിടയിലുണ്ടായ ജാപ്പനീസ് അധിനിവേശത്തിനെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പിൽ വിജയം നേടിയതിൻ്റെ 80ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു പരേഡ്. സൈനിക പരേഡിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ ചെയർമാൻ കിം ജോങ് ഉൾപ്പെടെ 26ഓളം രാഷ്ട്രീയ നേതാക്കളാണ് പങ്കെടുത്തത്. പരേഡിലെ മിക്ക ആയുധങ്ങളും ഉപകരണങ്ങളും ആദ്യമായാണ് പൊതുജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതെന്നാണ് ചൈനീസ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. കര, കടൽ, ആകാശം എന്നിവിടങ്ങളിൽ നിന്നും ഒരുപോലെ വിക്ഷേപിക്കാൻ കഴിവുള്ള ആണവശേഷിയുള്ള മിസൈലുകളും ചൈന അനാച്ഛാദനം ചെയ്തു. ആകാശത്തു നിന്നും വിക്ഷേപിക്കാവുന്ന ദീർഘദൂര മിസൈലായ ജിങ്ലി 1, അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ഭൂഖണ്ഡാന്തര മിസൈലായ ജുലാങ് 3, കരയിൽ നിന്നും ഭൂഖണ്ഡാന്തര മിസൈലുകളായ ഡോങ്ഫെങ് 61, ഡോങ്ഫെങ് 31 എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. രാജ്യത്തിൻ്റെ പരമാധികാരവും അന്തസ്സും സംരക്ഷിക്കുന്നതിനുള്ള ചൈനയുടെ തന്ത്രപരമായ തുറുപ്പുചീട്ടാണ് ഈ ആയുധങ്ങളെന്നും ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്രോണുകൾ, ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനായി വികസിപ്പിച്ചു വരുന്ന ലേസർ ആയുധങ്ങളും ചൈന പരേഡിൽ പ്രദർശിപ്പിച്ചു. വെള്ളത്തിനടിയിലും വായുവിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഡ്രോണുകളും പ്രദർശിപ്പിച്ചു. കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കാൻ രൂപകൽപ്പന ചെയ്ത ആളില്ലാ ഹെലികോപ്റ്ററുകളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് ചൈന ശക്തമാണെന്നും ആരെയും ഭയപ്പെടുന്നില്ലെന്നും പരേഡിന് നേതൃത്വം നൽകിക്കൊണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വ്യക്തമാക്കിയിരുന്നു. ചൈനീസ് ജനത അക്രമത്തെ ഭയപ്പെടാത്ത സ്വയാശ്രയരും ശക്തരുമായ ജനതയാണ്. അതേസമയം സമാധാനപരമായ വികസനത്തിൻ്റെ പാത ഞങ്ങൾ പിന്തുടരുകയും മനുഷ്യരാശിക്ക് പങ്കാളിത്തപരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിന് എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങളുമായി കൈകോർത്ത് പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും ഷീ പറയുന്നുണ്ട്. ബെയ്ജിങ്ങിലെ പ്രധാന പാതയായ ചാങ് ആൻ അവന്യൂയിലൂടെ സൈനിക വ്യൂഹങ്ങൾക്കരികിലൂടെ ഷീ ഒരു കറുത്ത ലിമോസിനിൽ സഞ്ചരിച്ചു. വാഹനത്തിൻ്റെ സൺ റൂഫിലെ 4 മൈക്രോണുകൾക്കും മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം സൈനികരെയും അണിനിരന്ന മിസൈലുകളെയും സൈനിക വാഹനങ്ങളെയും കടന്നു പോകുമ്പോൾ അഭിവാദ്യം ചെയ്തു. പുതിൻ, കിം എന്നിവരുൾപ്പെടെ ഷിയുടെ ക്ഷണിതാക്കൾ ചരിത്രപരമായ ടിയാൻമെൻ മെരിങ്കാറ്റിൽ നിന്നും പരേഡ് വീക്ഷിച്ചു. ടിയാൻമെൻ സർക്കിളിൽ അഭിമുഖീകരിക്കുന്ന വ്യൂയിങ് പ്ലാറ്റ്ഫോമിലേക്ക് പടികൾ കയറുന്നതിന് മുമ്പ് ഷീ ഓരോരുത്തർക്കും ഹസ്തദാനം നൽകി. പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോൾ പുതിനും കിമും ഷിയുടെ ഇരുവശത്തുമായിട്ടായിരുന്നു നിന്നത്. ചൈനയിൽ പരേഡ് ആരംഭിച്ചപ്പോൾ യുദ്ധത്തിൽ പോരാടിയ അമേരിക്കക്കാരുടെ സംഭാവനകളെ ഷീ അംഗീകരിക്കുമോ എന്ന ചോദ്യവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. അമേരിക്ക പ്രധാന വെല്ലുവിളിയായി കണക്കാക്കുന്ന ഷീ ജിൻപിങ്ങും വ്ളാഡിമിർ പുടിനും കിം ജോങ് ഉന്നും ആദ്യമായി ഒരേ വേദിയിൽ ഒരുമിച്ചെത്തുന്നത് ലോകം ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. റഷ്യയുമായി അടുത്ത സൈനിക ബന്ധം പുലർത്തുന്ന കിം ജോങ് ഉൻ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന സൂചനകളും ഉണ്ടായിരുന്നു. ഉക്രൈൻ യുദ്ധത്തിൽ സൈനികരെയും ആയുധങ്ങളെയും നൽകി ഉത്തര കൊറിയ റഷ്യ സഹായിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ചൈനയുമായി അടുത്ത ബന്ധമാണ് ഉത്തര കൊറിയ പുലർത്തി വരുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച